ഈ തലമുറയിലെ നമ്മുടെ സാരഥി അരുൺകുമാർ നായരാണ്. അരുൺകുമാറിനെ അരുൺകുമാർ നായർ, പ്രസിഡന്റ് ഓഫ് ഇനീഷ്യൽ സ്പോർട്സ് ആൻഡ് ഫാമിലി പരേഡ് ടു ദി സ്റ്റേജ്. പ്രസിഡന്റ് വെൽക്കം. താങ്ക് യു പീറ്റർ. അപ്പം എൻ്റെ ഇന്നത്തെ മെയിൻ കടമ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യുക എന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പ്രോഗ്രാം ചെയ്യാൻ വന്ന എല്ലാ ആർട്ടിസ്റ്റുകളെയാണ് ഞാൻ ആദ്യമായി വെൽക്കം ചെയ്യുന്നത്. ഇനീഷ്യൽ സ്പോർട്സ് ഫാമിലി എൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ ആർട്ടിസ്റ്റുകളെയും ഞാൻ ഇവിടെ ഈ വേദിയിലേക്ക് എൻ്റെ പേരിലും ഐഎസ്എഫിയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായി ഞാൻ നമ്മുടെ കേരള സമാജം ഫ്രാങ്ക്ഫർട്ടിന്റെ പ്രസിഡന്റ് ഡിബിൻ പോളിനെയാണ് സ്വാഗതം ചെയ്തത്. ഡിബിൻ പോൾ ഫാമിലിയായിട്ട് നമ്മുടെ എല്ലാ പ്രോഗ്രാമും ഐഎസ്എഫിയുടെ ഗ്രിൽ പാർട്ടി ആയാലും എപ്പോഴും ഫാമിലി മീറ്റ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ സിൽവസ്റ്റർ പാർട്ടി ആയാലും എല്ലാ പ്രോഗ്രാമും അറ്റൻഡ് ചെയ്യുന്നതാണ്. ഡിബിൻ പോളിനെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൂന്നാമതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടില്ല ജോബി വെച്ച് എത്തിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് കുറച്ച് പേഴ്സണൽ തിരക്കുകളുണ്ട്. 2 ദിവസങ്ങളിൽ നാട്ടിലേക്ക് പോയി ട്രാവൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അച്ഛൻ കുറച്ച് ലേറ്റ് ആവാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ എത്തിച്ചേരാമെന്ന് അച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ സഹായത്തോടെയാണ് നമുക്ക് ഈ ഹോളും ഈ സെറ്റപ്പും എല്ലാം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അച്ഛനെ ഞാൻ ഈ സ്റ്റേജിലേക്ക് സാധനമായി കൊണ്ടുവച്ചു. ഫൈനലി നമ്മൾ എല്ലാവരും ഗസ്റ്റ് നമ്മൾ ക്ഷണം സ്വീകരിച്ചിരിക്കുന്ന എല്ലാ ഗസ്റ്റ് മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ് എല്ലാവരെയും ഞാൻ വേദിയിലേക്ക് ഒഫീഷ്യലി സ്വാഗതം ചെയ്യുന്നു. ആയിരത്തി 1922 സ്ഥാപിതമായ ഇനീഷ്യൽ സ്പോർട്സ് ആൻഡ് ഫാമിലി പരേഡ് 53 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഈ പരേഡിനെ നയിക്കുന്നതിന് വേണ്ടി എന്നെ തിരഞ്ഞെടുക്കാൻ നിങ്ങളെല്ലാവരും ഫസ്റ്റ് നന്ദി പറയുകയാണ്. നിങ്ങൾ അർപ്പിച്ച വിശ്വാസം ഒട്ടും കുറയാതെ മുന്നോട്ട് പോയിപ്പോൾ ഒട്ടും കുറയാതെ എനിക്ക് നടത്തി തരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മെയിൻലി ഇത് എൻ്റെ മാത്രം വിജയമല്ല, എൻ്റെ കൂടെയുള്ള എൻ്റെ ഗ്രൂപ്പ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ജോർജ് സുരേഖ്, സേവർ പടവർക്ക്, പിന്നെ സന്തോഷ്, അനു ആൻഡ് ബോണി ബാബു ആണുള്ളത്. എല്ലാവരും ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും ഇന്നത്തെ ഈ പരിപാടിക്ക് വേണ്ടിയായാലും കുറച്ച് ദിവസം വേണ്ടി എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ വേണ്ടിയിട്ട്. സോ അവർക്ക് വേണ്ടി സ്പെഷ്യൽ താങ്ക്സ് ആൻഡ് മെൻഷൻ ചെയ്യുകയാണ്. ഞാൻ ക്വസ്റ്റ്യൻ ഏറ്റെടുക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന ജോസഫ് ഫിലിപ്പോസ് ആണ്. നമ്മുടെ കുഞ്ഞുമോചേട്ടൻ ഒരു നല്ലൊരു ബെഞ്ച് മാർക്ക് സെറ്റികളുണ്ടായിരുന്നു. ഈ ബെഞ്ച് മാർക്കിൽ നിന്ന് ഒരിക്കലും താഴെ പോകാതെ അതിന് മേലോട്ട് പോകണം എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നന്നായി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക, അതനുസരിച്ച് നമുക്ക് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇതൊരു കളക്റ്റീവ് സംഘടനയാണ്, അല്ലെങ്കിൽ കളക്റ്റീവ് എഫോർട്ടാണ്. നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ കറക്റ്റായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ പലർക്കും അറിയില്ലാത്ത ഒരു കാര്യം കൂടെ, ഈ ഐഎസ്എഫി ഫാമിലി മീറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ 4ാമത്തെ ഫാമിലി മീറ്റാണ്. നമ്മൾ എല്ലാ വട്ടവും 2 വർഷം മുൻപാണ് ഈ പരിപാടി നടത്തുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ശനിയാഴ്ചകളിലും മീറ്റ് ചെയ്ത് ബാഡ്മിൻ്റൺ അല്ലെങ്കിൽ വോളിബോൾ കളിക്കാറുണ്ട്. പക്ഷേ ഫാമിലീസിന്റെ കുറച്ച് നാളായിട്ട് ഫാമിലീസിന്റെ ഇടപെടൽ കുറച്ച് കുറഞ്ഞിരിക്കുകയാണ്. ഇന്ന് കുറച്ച് നാൾ മുമ്പ് വരെ എല്ലാ ശനിയാഴ്ചകളിലും ഫാമിലീസ് വരുമായിരുന്നു. ഇപ്പോൾ ഫാമിലീസ് കുറച്ച് നാളായിട്ട് ഫാമിലീസ് എല്ലാം കുറഞ്ഞു പോയപ്പോൾ എല്ലാ ഫാമിലീസിനും കാണാൻ വേണ്ടിയിട്ട് ഒരു ഗെറ്റ് ടുഗദർ എന്നുള്ള രീതിയിൽ എല്ലാ 2 കൂടാം. അതുകൂടാതെ കായികമായി ചെയ്യാൻ പറ്റുന്ന